പ്രസവം നിർത്താനുള്ള സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിക്ക് മരുന്ന് കൊടുക്കണതാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ അവൾക്ക് കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം കൂടെ ഒന്നിച്ച് എടുക്കും. അപ്പോൾ നമ്മൾ ആഫ്റ്റർ സർജറി ഒരു 5 ദിവസം മരുന്ന് കൊടുക്കണം കേട്ടോ. പിന്നീട് ഓയിൻമെൻറ്റ് സ്പ്രേ അതെന്താണെന്ന് വെച്ചാൽ മുറിവ് ഉണങ്ങോളം പുരട്ടി കൊടുക്കുക വേണം. അപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ വിസ്കസിൻ്റെ ഗ്രേവി വാങ്ങിയിട്ട് അതിലാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവൾക്ക് അതൊരു കഴിക്കാനൊരു മടി, കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം എന്നാൽ മീനിൽ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഒരു മരുന്ന് എടുത്തിട്ട് കൊടുത്തു നോക്കി. അപ്പോൾ അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ കൊടുത്തു നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറിഞ്ഞി ബൊമ്മിക്കുട്ടിയുടെ ഒക്കെ ഇതേപോലെ സ്പെയിൻ സർജറി കഴിഞ്ഞ ആൾക്കാരാണ് കേട്ടോ, പ്രസവം നിർത്താനുള്ള സർജറി കഴിഞ്ഞ ആൾക്കാരാണ്. അവർക്കൊക്കെ ഇതേപോലെ കൊടുക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളെ പോലെ മടിയിൽ വെച്ചിട്ട് ഞാൻ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. 2-3 പേരൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചമ്പിക്കുട്ടീനെ അങ്ങനെ കൊടുക്കാനേ പറ്റില്ല. ചമ്പിക്കുട്ടി നമ്മളെന്നാ പണി കഴിക്കും കേട്ടോ. അവളുടെ നഖമൊക്കെ കൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയും. അപ്പോൾ ഞാൻ അവൾക്കിത് ഇങ്ങനെ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീനിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടി അടിപൊളിയായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ലെവലേശം ബാക്കി വയ്ക്കാതെ അപ്പടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോറെടുത്തിട്ടുണ്ട്. അയിലയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. 1 കിലോ അയില വാങ്ങിയിട്ട് ഒരു 2-3 ദിവസമൊക്കെ എത്തും കേട്ടോ ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുള്ളൊക്കെ പൂച്ചക്കുട്ടികൾക്ക് അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. നമ്മൾ ഇവരെ പിടിച്ച് പുറത്താക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീനൊക്കെ കുഴയ്ക്കാനും മരുന്ന് മിക്സ് ചെയ്യാനൊക്കെ നിൽക്കുക. അപ്പോൾ ഇവർക്ക് രാവിലെ കാറ്റ് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ പാലൊക്കെ തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. അതൊരു ശീലമാണ് കേട്ടോ, അവർക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മരുന്നൊക്കെ അതാ ഇതേപോലെ കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെ പൂച്ചക്കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണേ, വേറെ മരുന്ന് എങ്ങനെ കൊടുക്കുക, എന്തിന് ചേർത്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. മീനൊക്കെ വേവിക്കുക, എന്നിട്ട് അതിന് ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൽ മരുന്ന് ചേർക്കുക, അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അവരങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഗ്രേവി ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ മടിയാണ്. പൂച്ചകൾക്ക് മീനാണല്ലോ ഏറ്റവും പ്രിയം. ഇനി ചിക്കനാണ് കൂടുതൽ ഇഷ്ടം വെച്ചാൽ ചിക്കൻ ഇതേപോലെ വേവിച്ചിട്ട് അതിൽ മരുന്ന് ചേർത്തിട്ട് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അവരുടെ ശരീരത്തിലേക്ക് മരുന്നൊക്കെ ചെല്ലും, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി ആഫ്റ്റർ സർജറി പൂച്ചയെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിയെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചമ്പിക്കുട്ടിക്ക് മരുന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി എൻ്റെ വീട്ടിലത്തെ പൂച്ച കോളർ ഇടാനൊന്നും സമ്മതിക്കണില്ല, ഞാൻ എന്താ ചെയ്യുക, സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിയും കോളർ ഇടാൻ സമ്മതിക്കണില്ല കേട്ടോ. പിന്നെ ഒരു എന്താ കാര്യം എന്നറിയോ, ഇവർക്ക് ആ മുറിവ് ഇവരെ ഒന്നും ചെയ്യില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് അവർക്ക് കോളർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്നറിയാം, അവർ ആ അനസ്തേഷ്യയുടെ മയക്കത്തിലാവും. അപ്പോൾ മയക്കമൊക്കെ മാറിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഞാൻ ബൊമ്മിക്കുട്ടിക്കും കുറിഞ്ഞിക്കൊക്കെ കോളർ ഊരിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സ്റ്റിച്ച് സർജറി കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവരുടെ സ്റ്റിച്ച് എടുക്കാൻ പോവോളം. അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത്, അവർ ബാത്റൂം പോകുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ കോളർ ഊരിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് മുഴുവൻ ഞാൻ കോളർ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അല്ലാതെ ഇവരെ പുറത്തേക്കൊക്കെ ബാത്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇവരെ പുറത്തേക്കൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഞാനങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷെ അവരെന്താ വെച്ചാൽ നമ്മുടെ കൂടെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന പൂച്ചകളായിരുന്നു കേട്ടോ, കുറിഞ്ഞിയും ബൊമ്മിയൊക്കെ. പക്ഷെ ചമ്പിക്കുട്ടി അങ്ങനെയൊന്നുമില്ല, ആരെയും കൂട്ടാക്കാത്ത ഒരു ഗുണ്ടവാസമാണ് കേട്ടോ ചമ്പിക്കുട്ടീനെ അങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചമ്പിക്കുട്ടി കോളർ ഇടാൻ സമ്മതിച്ചില്ല. കോളർ ഇട്ട് കൊടുത്തു കേട്ടോ, ഇടാൻ സമ്മതിച്ചില്ല എന്നല്ല, കോളറിൻ്റെ വഴിക്ക് പോയിട്ടോ. ചമ്പിക്കുട്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കോളർ ഇട്ട് കൊടുത്താലും ചമ്പിക്കുട്ടി കോളറ് കഴിച്ചിട്ടിട്ട് ദൂരെ കളഞ്ഞു. പിന്നെ എന്താണ്, അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ടോ മുറിവിൽ എന്താ ചെയ്യണതെന്നുള്ളത്. സംഭവം മുറിവൊന്നും ചെയ്യണില്ല, അവർ നക്കി തുടയ്ക്കണ തന്നെ ഉള്ളൂ കേട്ടോ. അവർ ആ സർജറി കഴിയുന്ന സമയത്തുണ്ടല്ലോ നന്നായിട്ട് കരിയിപ്പിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഒരു ഈരയാണ് ഉണ്ടാവുക, ആ ഈരൊന്നും കടിച്ചു വലിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണെന്ന് പറയുക, വേദനിക്കും. അപ്പോൾ അവർ ആ മുറിവിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതുക്കെ നക്കിക്കൊണ്ടേയിരിക്കും. അവർ നക്കും തോറും മുറിവ് ഉണങ്ങും കേട്ടോ. പിന്നെ കുട്ടി പാല് കുടിക്കാതെയൊക്കെ ഒരു 4-5 ദിവസമൊക്കെ തീരെ നിവൃത്തിയില്ലെങ്കിലാണ് കേട്ടോ ഞാൻ പറയണത്. തീരെ അണങ്ങാത്ത പൂച്ചകളുടെ കാര്യമാണ് കേട്ടോ പറയണത്. അല്ലെങ്കിൽ നമ്മൾ ആ 10 ദിവസം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ തീരെ പറ്റാത്ത പൂച്ചകളുടെ കാര്യമൊക്കെ 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. എനിക്കിപ്പോൾ ചമ്പിക്കുട്ടിയുടെ കാര്യത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത്.
അതേപോലെ കമന്റ് വരാറുണ്ട് കേട്ടോ, കീ ഹോൾ സർജറിയാണ് കഴിഞ്ഞത്, സ്റ്റിച്ചും ഇല്ല, ബെഡ് റെസ്റ്റും വേണ്ട, ഒരു പ്രോബ്ലം ഇല്ല, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഭാഗ്യം എന്നേ പറയുള്ളൂ, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ അവരിങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കട്ടോ. അപ്പൊ അവരെ ഇല്ല, ഇങ്ങനെ സ്റ്റിച്ചുള്ള സർജറി തന്നെയാണ് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ അവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തോളൂ. അപ്പൊ പിന്നെ പൂച്ചയ്ക്ക് കൊളർ ഇട്ട് കൊടുക്കണ്ട, സ്റ്റിച്ചും ഇല്ല, റെസ്റ്റ് വേണം കേട്ടോ. അവരൊന്ന് എത്രയും സർജറി ആണല്ലോ, അപ്പൊ ഒന്ന് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവര് നമ്മുടെ വീടിന് മുറ്റത്ത് കൂടെ ഒക്കെ നടന്നോട്ടെ, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. മറ്റുള്ള പൂച്ചകളായിട്ട് അടി കൂടാതിരിക്കുക, അതൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. അവർ ശാരീരികമായിട്ട് അവർക്ക് ക്ഷത ഏൽക്കാതെ നോക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതിവിടെ മീൻ വേവിക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ബഹളാണ് കേട്ടോ ഈ കാണിക്കണത്. വേഗം തരാന്നൊക്കെ പറയണം കേട്ടോ പീക്കിരിക്കുട്ടൻ. അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണ ഭാഗങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു, നമ്മുടെ ഭാഗത്ത് ചെയ്യണില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്ര രൂപയാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പലരും മുഴുവൻ കാണാതെയാണ് എന്ന് തോന്നുന്നു കേട്ടോ ചോദിക്കണത്, എന്നാലും പറയാണ്. 3800 രൂപയോളം ആവുന്നുണ്ട് കേട്ടോ സർജറി മെഡിസിൻ അടക്കം. അപ്പം നമ്മൾ 3 പൂച്ചക്കുട്ടികളെയാണ് പ്രസവം നിർത്തിയിട്ടോ. നമ്മൾ കുറിഞ്ഞിടെ നിർത്തി, ബൊമ്മിക്കുട്ടിയുടെ നിർത്തി, ഇപ്പോൾ ചമ്പിക്കുട്ടിയുടെ നിർത്തി. ഇനി നമ്മുടെ വീട്ടിൽ പ്രസവിക്കാൻ പൂച്ചകളൊന്നും ഇല്ല കേട്ടോ. ബബിളിക്കുട്ടനും പീക്കിരിക്കുട്ടനും കാൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് അതൊരു സമാധാനം ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഓരോ വർഷം പൂച്ചകൾ 2-3 പ്രസവം, അതിൽ 4-5 കുട്ടികൾ, അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ പൂച്ചകളെയും കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞു കവിഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയതായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം ഒന്നും സർജറി ചെയ്യാൻ പറ്റാതെയും അതിനെക്കുറിച്ച് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയാതെയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടികളെയൊക്കെ അങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോഴും ഭയങ്കര മനോവിഷമാണ്. കാരണം നമ്മൾ നോക്കി വളർത്തി കൊണ്ടുവരുന്ന നമ്മുടെ മക്കളെ പോലെയുള്ള പൂച്ചക്കുട്ടികളെ കൊടുക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ട് കാരണം കൊണ്ട് ഞാൻ കൊടുത്തതാണ്. കാരണം എല്ലാം നമ്മൾ ചെറിയ റോഡ് സൈഡാണ്, വീടിൻ്റെ മുന്നിൽ ട്രാൻസ്ഫോമർ, നായ്ക്കളുടെ ഉപദ്രവങ്ങളാണെങ്കിൽ അങ്ങനെ നമ്മളിവിടെ പിടിച്ചു നിർത്തിയാലും അവരിവിടെ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഒരുപാടാവുമ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് എന്തായാലും ഇനി സർജറി ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. പിന്നെ ഈ പൂച്ചകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹീറ്റ് ആവുന്ന സമയത്ത് ഇവരിങ്ങനെ പൂച്ചകളെ ഇങ്ങനെ തേടി നടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. തുടരെയുള്ള പ്രസവങ്ങളിലൊക്കെ ഇവർ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ സർജറി കഴിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് പൂച്ചക്കുട്ടികൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവർ നല്ല ആക്റ്റീവായിട്ട് നല്ല ഉഷാറായിട്ട് പിന്നീട് ഫുഡും കഴിച്ച് കളിച്ച് ചിരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികളൊക്കെ അവരുടെ ആയുസ് തീരുവോളം നമ്മുടെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരുടെ ഒരു സത്യം പറഞ്ഞാൽ വലിയൊരു കഷ്ടത്തിൽ നിന്ന് നമ്മൾ മോചനം കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇവർ ഈ 3 മാസം കൂടുമ്പോൾ ഹീറ്റ് ആവണു, പിന്നെ പൂച്ചയുടെ പിന്നാലെ, പിന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, പാല് കൊടുക്കണം, വല്ലാത്ത അലച്ചിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടികൾക്ക്. അപ്പം ഞാനിങ്ങനെ പൂച്ചയുടെ സർജറി കഴിഞ്ഞ് വീഡിയോ കേട്ടപ്പോൾ എനിക്ക് 1-2 നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരാ പൂച്ചയുടെ ആരാണ് നിങ്ങൾ, പൂച്ചയുടെ പ്രസവം നിർത്താൻ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ അതിന് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കങ്ങനെ എല്ലാവരോടും മറുപടി പറഞ്ഞ് നടക്കാനൊന്നും പറ്റണില്ല. കാരണം നമ്മളിത് ഒരു പൂച്ചയെ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ നിഷ്പ്രയാസം കഴിയും. പക്ഷെ ഇതൊക്കെ നമ്മൾ പൈസ മുടക്കി നമ്മൾ കഷ്ടപ്പെട്ട് അവരെ നോക്കി ഇങ്ങനെയുള്ള സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് അവരോടുള്ള സ്നേഹം കൂടിയും കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം അതും കൂടി എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യണത് ഒരു ദോഷമില്ല, മാത്രമല്ല വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം നമ്മുടെ പട്ടിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു, പട്ടിക്കുട്ടിക്കും ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ചമ്പിക്കുട്ടി അങ്ങനെ ഊണൊക്കെ കഴിച്ചു. ചമ്പിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവരെ പിടിച്ച് കൂട്ടിലിട്ടതാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവരുടെ വയറിൽ 1 ഇഞ്ച് സ്ഥലം എവിടെയും ഇങ്ങനെ സൂചിയും കൊണ്ട് ഇങ്ങനെ കുത്തിയ 1 ഇഞ്ച് സ്ഥലം കാണാൻ പാടില്ല, അവിടെയും കൂടി ഫുഡ് അവർക്ക് കഴിച്ചിരിക്കണം കേട്ടോ. ഒരാൾക്ക് ഇവരെ പുറത്തിറക്കിയിട്ട് ഒരാൾക്ക് പോലും ഫുഡ് കൊടുക്കാൻ പറ്റില്ല. ഇവരങ്ങനെ ആ ഫുഡ് അവർക്ക് വേണം. എന്നിട്ട് എന്താണെന്നറിയോ, ഇങ്ങനെ കഴിച്ചിട്ട് ഈ ബബിളിക്കുട്ടനും പീക്കിരിക്കുട്ടനും കൂടി ഛർദ്ദിക്കും കേട്ടോ. അമ്മാവനും മരുമകനും
മരുമകനാണ് കേട്ടോ ഇവര്. അമ്മാവനും മരുമകനും ഫുഡ് അധികമായിട്ട് മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ഛർദ്ദിച്ച് വെക്കുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിടിച്ചിട്ട് കൂട്ടിലിട്ടതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ചമ്മിക്കുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാ നമ്മൾ കുഞ്ഞി ബൊമ്മിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കാറിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കണതാണ്. ആ വെള്ളം ദിവസം മാറ്റണം കേട്ടോ. ദിവസം മാറ്റിയില്ലെങ്കിൽ പിന്നെ അവർ ആ വെള്ളം കുടിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ചമ്പിക്കുട്ടിക്ക് ഇന്ന് കുറച്ച് മീനിൻ്റെ ഗ്രേവിയും കൂടിയും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, നല്ല ഉഷാറാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ അയിൽ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്പിക്കുട്ടിക്ക്. അപ്പോൾ ഞാനത് കുറച്ച് കൊണ്ടു കൊടുക്കാൻ കേട്ടോ ചമ്പിക്കുട്ടിക്ക്. അപ്പോൾ ആഫ്റ്റർ സർജറി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ പൂച്ചകളുടെ കാര്യം മാത്രമല്ല കേട്ടോ, പട്ടികളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇങ്ങനെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അവരുടെ പിന്നാലെ, പ്രത്യേകിച്ച് ഈ തെരുവ് പട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരുടെ പിന്നാലെ നായക്കൾ കടന്നിട്ട് അവരെ ഉപദ്രവിക്കണതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമം വരും. അപ്പോൾ അതൊക്കെ സർജറി ചെയ്യണതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുറിഞ്ഞിയും ബൊമ്മിക്കുട്ടിയൊക്കെ നല്ല മിടുക്കി കുട്ടികളാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല മിടുക്കി കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിയും ഇനി അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ചമ്പിക്കുട്ടി അത് ഗ്രേവിയൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം അവൾ തന്നെ കൂട്ടിൽ പോയിട്ട് കിടക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇനി റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി കുടിക്കും. അപ്പോഴേക്കും നമ്മുടെ ബബിൾ കുട്ടനും പീക്കിരിയും കൂടിയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഗ്രേവി പറഞ്ഞിട്ടൊക്കെ ഓടി വരുന്നുണ്ട്. അതേപോലെ ചില കമൻറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പൂച്ചക്കുട്ടി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. കാരണം പൂച്ചകൾ എവിടെ പോയാലും അവർ സർവൈവ് ചെയ്യും കേട്ടോ. തീരെ പൊടി കുഞ്ഞുങ്ങളാണ് കേട്ടോ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി പൂച്ചകൾക്ക് മതിൽ ചാടിയിട്ടോ എങ്ങനെ ഇടവഴി കൂടെ നൂണിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒരു വീട്ടിലെത്തിപ്പെടാൻ അവർക്ക് കഴിയും. അവർക്ക് അതിനുള്ള കഴിവുണ്ട് കേട്ടോ. പക്ഷെ നായ്ക്കളുടെയും പട്ടികളുടെയൊക്കെ കാര്യമാണ് കേട്ടോ കഷ്ടം. അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടുന്നും ഫുഡ് കിട്ടില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ. കാരണം പൂച്ചകളെ പോലെ മതിൽ ചാടിയിട്ടും വേലിയുടെ ഇടയിൽ കൂടെ ഒന്നും നൂണു പോകാനൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടാതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കിട്ടാതെ വലിയ ഡോഗ്സ് ആണ് കേട്ടോ, പൂച്ചകളല്ല. പൂച്ചകൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ട്. അവർക്ക് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് ചോദിക്കാനും പിന്നെ ഒത്തിരി ഓമനത്വം തോന്നിയിട്ട് ആളുകൾ ഫുഡ് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ തെരുവ് പട്ടികൾക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഫുഡ് കൊടുക്കില്ല. അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വലഞ്ഞ് വിശന്നിട്ട് ഈ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണം നോക്കി നിൽക്കുന്ന പട്ടിക്കാണ് കേട്ടോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് രാവിലെ ബ്രെഡൊക്കെ കൊടുക്കും. ഒരു പാക്കറ്റ് ബ്രെഡ് കൊടുന്നാൽ 2 ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതേപോലെ ഉച്ചയ്ക്ക് ഞാൻ മീൻ കൂട്ടിയിട്ട് ചോറും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ മരുന്നൊക്കെ കൊടുത്തിട്ട് പട്ടിക്കുട്ടി അടിപൊളിയായിട്ട് വന്നതായിരുന്നു കേട്ടോ. വീണ്ടും ആ മരുന്ന് നിർത്തുന്ന സമയത്ത് അത് വീണ്ടും പഴയ അതേ രൂപത്തിലാവും. അപ്പം അത് പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ള അസുഖം കാരണം കൊണ്ടാണ് അതിന് സ്കിൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കുറച്ച് ഗുളിക വാങ്ങിയിട്ട് നമ്മുടെ പട്ടിക്കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ, അഭിപ്രായം എന്തായാലും പറയണം. ആരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാതെ പോകരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പരം സന്തോഷം വേറെ ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ ഒരു കുറവുകളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യണ പ്രവൃത്തി അത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂച്ചക്കുട്ടിയുടെ മരുന്നാണ് കേട്ടോ. ഇത് ഓയിൻമെൻ്റ് ഉണ്ട്, സ്പ്രേ ഉണ്ട്, അതേപോലെ ആൻറ്റിബയോട്ടിക് ഉണ്ട്, പിന്നെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു മരുന്നുണ്ട്, പിന്നെ ഫുഡിന് മുമ്പ് കൊടുക്കുന്ന ഗ്യാസിൻ്റെ മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മരുന്നുകളാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. പ്രസവം കഴിഞ്ഞാൽ ആഫ്റ്റർ സർജറി കൊടുക്കേണ്ട മരുന്നുകളൊക്കെയാണ് കേട്ടോ. അത് 5 ദിവസമാണ് ഈ മരുന്നുകളൊക്കെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുറിവിൽ പുരട്ടാനുള്ള ഓയിൻമെൻറ്റോ സ്പ്രേ ഒക്കെ ആണെങ്കിൽ മുറിവ് ഉണങ്ങോളം നമ്മൾ പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചമ്പിക്കുട്ടിയൊക്കെ ഇതൊന്നും സമ്മതിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചമ്പിക്കുട്ടിക്ക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ സ്പ്രേ അടിച്ചിട്ട് ഇതാ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിടത്തും. പക്ഷെ അപ്പോഴേക്കൊക്കെ അവൾ അതൊക്കെ വലിച്ചു പോരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് മുറിവൊക്കെ വേഗം ഉണങ്ങിക്കോളും. അപ്പോൾ ഇതാ ചമ്പിക്കുട്ടി രാത്രി ആയി കഴിഞ്ഞാൽ
കഴിഞ്ഞ് വന്ന ഈ സെറ്റിയിൽ വന്നിട്ട് ഇവിടെ ഒരൊറ്റ കിടത്താണ് കേട്ടോ. ഒരു 10 മണി വരെ ചമ്പിക്കുട്ടി ഇവിടെ തന്നെ കിടക്കും നമ്മുടെ കൂടെ. നമ്മൾ TV ഒക്കെ കാണുമല്ലോ, അപ്പൊ TV ഒക്കെ കണ്ടിട്ട് ചമ്പിക്കുട്ടി എന്നും ഇവിടെ കിടക്കും. അത് ചമ്പിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. ആരും ഒന്നും മിണ്ടണില്ല, സപ്പോർട്ട് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാനിത് ആരോടാ അതൊക്കെ പറയണേ എന്നൊക്കെ നമ്മൾ ആ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുമല്ലോ. അപ്പം ഇതാ നമ്മുടെ കുറിഞ്ഞി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കഴുത്തിൽ ഞാൻ പൂച്ചകൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പിന്നിൽ നമ്മൾ കമ്പിവേലിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതോ എങ്ങാനും അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും നായയോ അല്ലെങ്കിൽ വേറെ കാടൻ പൂച്ചകളൊക്കെ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാനൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവർ ഓടുന്ന സമയത്ത് അതെങ്ങാനും അതിൽ കുടുങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കില്ല കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ കുറച്ച് നേരം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ നേരത്തെ കുറിഞ്ഞിയാണ്. അപ്പോൾ കുറിഞ്ഞിയുടെ സർജറി കഴിഞ്ഞതാണ്. ഇത് ബൊമ്മിക്കുട്ടിയാണ്. ബൊമ്മിക്കുട്ടിയുടെ സർജറിയും കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ പ്രസവം നിർത്തിയിട്ട് അവരൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഈശ്വരൻ അവർക്ക് ആയുസ്സും ആരോഗ്യം മാത്രം കൊടുത്താൽ മതി. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മുടെ കഷ്ടപ്പാടും എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് അവരോടുള്ള സ്നേഹത്തിന്റെ മുകളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും നായ്ക്കൾക്കാണ് സ്നേഹം കൂടുതൽ, അവരെ വളർത്തി കഴിഞ്ഞാൽ അവർ സ്നേഹം കാണിക്കുന്നതായിരിക്കും. പക്ഷെ പൂച്ചകൾക്ക് നല്ല സ്നേഹമുണ്ട് കേട്ടോ. ഈ ബൊമ്മിക്കുട്ടിക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയാം നമ്മുടെ അടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഉണ്ണിയോളെ പോലെയാണ് കേട്ടോ പൂച്ചക്കുട്ടികളെ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.